ഹായ് ഫ്രണ്ട്സ്, കാർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോ ബഡ്ജറ്റ് ഫാമിലി കാറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. കാർ വേൾഡിൻ്റെ പ്രേക്ഷകരായ പ്രവാസികൾ ചോദിച്ച 2 ഇന്നോവ കൂടി നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എപ്പിസോഡിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം. ഈ എപ്പിസോഡിൽ ഏതൊക്കെ വാഹനങ്ങൾ ഉണ്ടെന്നും ആ വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വീഡിയോ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി മാരുതി സുസുക്കിയുടെ വാഗനർ പരിചയപ്പെടാം. VX ആണ് ഈ കാറിൻ്റെ വേരിയൻ്റ് വരുന്നത്. 85,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഈ കാറിൻ്റെ ഇതുവരെയുള്ള സർവീസുകളെല്ലാം തന്നെ കമ്പനി സർവീസുകളാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. കൂടാതെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. 4 പുതിയ ടയറുകൾ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 1000 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ പെട്രോളിൽ 15 മുതൽ 17 വരെ ഈ കാറിന് മൈലേജ് ലഭിക്കും. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെ ഈ കാറിൽ നിലനിർത്തിയിട്ടുണ്ട്. ലോൺ സൗകര്യം നമുക്ക് ഈ കാറിൽ ലഭ്യമാണ്. 2,60,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി 2011 മോഡൽ ഹ്യുണ്ടായി വെർണയാണ് പരിചയപ്പെടുത്തുന്നത്. SX ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. 1,10,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ട്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു കാറാണ്. 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു കാർ. 1580 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ വരുന്നത്. 1 ലിറ്റർ ഡീസലിൽ 19 മുതൽ 21 വരെ മൈലേജ് ലഭിക്കും. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. കൂടാതെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABS ബ്രേക്കിംഗ് സിസ്റ്റം, എയർ ബാഗ്, അലോയ് വീൽസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിനും ലോൺ സൗകര്യം നമുക്ക് ലഭ്യമാണ്. 3,40,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി മെഴ്സീഡസ് ബെൻസ് പരിചയപ്പെടാം. CLK 200 ആണ് ഈ കാറിൻ്റെ വേരിയൻ്റ് വരുന്നത്. 2003 മോഡലുള്ള ഈ ഒരു കാർ 76,000 കിലോമീറ്റർ ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസും പുതിയ ടാക്സും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. കൂടാതെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. 1800 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. ഈ കാർ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ 10 മൈലേജാണ് ഈ കാറിന് ലഭിക്കുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 4 പുതിയ ടയറുകൾ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിംഗ് സിസ്റ്റമുള്ള ഈ ഒരു കാറിന് 3.5 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. 2013 മോഡൽ ടൊയോട്ടയുടെ ഇന്നോവയാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. ഈ കാറ് G4 ആണ് വേരിയൻ്റ് വരുന്നത്. 1,60,000 കിലോമീറ്റർ ഈ കാർ ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. കൂടാതെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. 4 പുതിയ ടയറുകൾ ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. 2,500 cc ആണ് ഈ കാറിൻ്റെ എൻജിൻ പവർ. ഡീസൽ എഞ്ചിനാണ്. 11 മൈലേജ് 1 ലിറ്റർ ഡീസലിൽ ഈ കാറിന് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, എയർ ബാഗ്, ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് ലോൺ സൗകര്യം ലഭ്യമാണ്. ഏകദേശം 5 ലക്ഷം രൂപ വരെ ഈ കാറിന് ലോൺ ലഭിക്കും. 6,70,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. അടുത്തതായി ടൊയോട്ടയുടെ ഇന്നോവ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കാറ് 2015 മോഡൽ. 2.5 G ആണ് ഈ കാറിൻ്റെ വേരിയൻ്റ് വരുന്നത്. 2,500 cc ആണ് എൻജിൻ പവർ. ഡീസൽ എഞ്ചിനാണ്. 11 മൈലേജ് ഈ കാറിന് ലഭിക്കുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. കൂടാതെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. 1,22,000 കിലോമീറ്ററാണ് ഈ കാർ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ഈ കാർ ലഭ്യമാണ്. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, എയർ ബാഗ്, ABS ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ് ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാറിൽ കാണാൻ സാധിക്കുന്നത്. 7 ലക്ഷം രൂപ വരെ ഈ കാറിന് ലോൺ ലഭിക്കും. 10,50,000 രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്.